ഹലോ ഗൈസ്, അനന്തുമായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മൾ മറ്റേ അപ്പൂപ്പൻ്റെ വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലും അത്യാവശ്യം നല്ല റീച്ച് ആയിരുന്നു വീഡിയോ. അപ്പോഴത്തേക്കും ഫേസ്ബുക്കിൽ അത്യാവശ്യം ഫേസ്ബുക്ക് അമ്മമാരെ ഒടുക്ക തറ്റാക്കാണ് കമൻറ്റ്. ഭയങ്കര തെറിവിളിയും ബഹളമൊക്കെയാണ്. അപ്പം കുറച്ച് കമൻറ്റ്സ് എടുത്തിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാൻ ഓർത്ത്. ഞാൻ ആദ്യം കുറേ വേണ്ട കമൻറ്റ് റിയാക്ട് ചെയ്യേണ്ട, റിപ്ലൈ കൊടുക്കണ്ടെന്ന് വെച്ചിട്ടും എന്തോ പറ്റണില്ല. റിയാക്ട് ചെയ്യാത്ത സുഖം കിട്ടണില്ല. ഒരു മനസ്സുഖത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല. യൂട്യൂബിലപ്പോൾ വീഡിയോ ഇടാന്ന് ഓർത്ത് എല്ലാ കമൻറ്റ് എടുത്ത് വെച്ചിട്ട് അങ്ങനെ കുറച്ച് കമൻറ്റ്സ് ഞാൻ വായിക്കാം. ഫസ്റ്റ് കമൻറ്റ് അരവിന്ദ് എ. ഒരാത്മാർത്ഥത നിനക്കില്ല, 3 വട്ടം പേര് ചോദിച്ചു. വട്ടൻ ബ്രോ. ഒരാൾക്ക് ചിലപ്പോൾ എനിക്ക് പേര് ചിലപ്പോൾ കിട്ടി കാണത്തില്ല. എൻ്റെ മൈൻഡിൽ ചിലപ്പോൾ പേര് വരാത്തതുകൊണ്ട് അതിന് വീണ്ടും വേണ്ടി ചോദിക്കണം. ചിലപ്പോൾ എനിക്ക് ഓർമ്മയുടെ ചില പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. ഞാൻ കണ്ടിന്യൂസ് ഫോൺ യൂസ് ചെയ്യുന്ന ആളാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ വന്നത്. പിന്നെ വട്ടാന്നൊക്കെ വിളിക്കുന്നത് ബ്രോയുടെ തന്തനെ പോയി വിളിച്ചാൽ മതി, എന്നെ വിളിക്കണവരെ. നെക്സ്റ്റ് കമൻറ്റ് ഇവന് കുറച്ച് ബ്രഹ്മി വാങ്ങിച്ച് കഴിക്കണം, ഓർമ്മക്കുറവുണ്ട്. അത് ശരിയാണ്, ഓർമ്മക്കുറവുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുള്ള കാര്യമാണ്. കുറച്ച് ഇതുപോലത്തെ ഫണ്ണി കമൻറ്റ് കൊണ്ടുണ്ടാവും. അയ്യോ. നെക്സ്റ്റ് കമൻറ്റ് മൊർഫി മാത്യു. അവൻ്റെ അമ്മയുടെ സോഷ്യൽ എക്സ്പെരിമെൻറ്റ്. ആരുടെ അമ്മയുടെയാ ബ്രോ? ബ്രോയുടെ അമ്മയുടെ ആണോ? എന്ത് എക്സ്പെരിമെൻറ്റാ ബ്രോ എന്ന് പറയാമോ? ഗൈസ്, ആരോ അമ്മാവന്മാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഭയങ്കര ചുമ. പുതിയ കമൻറ്റ് എന്ന് വന്നിട്ടുണ്ട്. You know why negative comments, idiot? The video has no positive vibe in it. It feel like you made fun of an old man. നിൻ്റെ അമ്മയുടെ സോഷ്യൽ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞ കുറേ കൊണച്ച ഇംഗ്ലീഷാണ് ആ പൊണ്ടാ മോൻ അടിച്ചിരിക്കണത്. ഗായ്സ്, ബ്രോ ഒരു കാര്യം ചെയ്യും, നിൻ്റെ അമ്മേനെ കൊണ്ട് നെയ്യും ഇതുപോലെ സോറി അങ്ങനെ പറയണ്ട, അത് മോശം. സോറി ഗൈസ്, അങ്ങനെ പറയാൻ പാടില്ല. സോറി ഗൈസ്. ആ കമൻറ്റ് നോക്കി വിട്ടേ. ചുമ്മാ എൻ്റെ അമ്മയ്ക്ക് വിളിക്കണ്ട. ഇറ്റ്സ് നോട്ട് ഫെയർ. ചെറിയൊക്കെ വിളിക്കുമ്പോൾ ഒന്നെങ്കിൽ ഫേക്ക് അക്കൗണ്ടിൽ വാ. നമ്മുടെ നാട്ടിലുള്ള കുറേ കുണ്ണകളൊക്കെ അങ്ങനെ ചെയ്യും. പേരെന്താ? ഒരു 10 പ്രാവശ്യം ചോദിച്ചു. അളവലാതി. പീതാംബരൻ പുത്തൂരം വീട്ടിൽ പീതാംബരൻ. എനിക്ക് മറവി രോഗമുണ്ടായിരിക്കും ബ്രോ, അതായിരിക്കും, എനിക്കറിയില്ല ബ്രോ, സോറി ബ്രോ, ക്ഷമിക്കാൻ. ആന്റണി തോമസ്. 2K വാണങ്ങൾ ആളുകളെ അളക്കാൻ നടക്കുന്നു. അച്ഛൻ്റെ പ്രായമുണ്ടല്ലോ മോനെ, വല്ല പണിക്കും പോയി ജീവിക്കൂ. ബ്രോ ഇതൊരു പണി തന്നെയാണ് ബ്രോ, ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ പണി തന്നെയാണ്. പിന്നെ 2K വാണങ്ങൾ അളക്കാൻ നടക്കുന്നു. ബ്രോ ഞാൻ 2K അല്ല, ഐ എം 90-ലുള്ള ആളാണ്. അപ്പോൾ 2K എന്നൊക്കെ ചുമ്മാ പറയാൻ കണ്ട 2K എന്ന് തോന്നുമെങ്കിലും ഐ എം 90-ലാണ് ബ്രോ, സോറി. പിന്നെ വാണോന്ന് വിളിക്കാനായിട്ട് ബ്രോ സ്വന്തം തന്തേനെയും തള്ളേനെയും വാണോന്ന് വിളിക്കുന്ന പോലെ നമ്മളൊന്ന് വിളിച്ച് തിരിച്ച് ബ്രോ അങ്ങനെ വിളിക്കല്ലേ ബ്രോ എന്ന് പറയാൻ എനിക്കറിയത്തില്ല. എടാ തന്തയില്ലാത്തവനെ എൻ്റെ അടുത്ത് നീ കൊണക്കണ്ട എന്നേ ഞാൻ പറയാറുള്ളൂ. പിന്നെ ഇങ്ങനെ ചെയ്തില്ല എന്ന് പറയാം. ഞാൻ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു ലോട്ടറി അടിക്കണ അമ്മൂമ്മയുടെ വീഡിയോയിൽ അന്നത്തെ ലോട്ടറി മൊത്തം എടുത്ത് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്നും ആരും കാണത്തില്ല. ഇബി വയ്യ എന്ത് പേരടെ. 100 രൂപ വെറുതെ കൊടുക്കാൻ തയ്യാറായി പുള്ളിയോട് ചായ കുടിക്കണമെന്ന്. വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയും നിന്ന് കുണച്ചുകൊണ്ടിരിക്കുക മൈരൻ. എന്നെയാണ് ബ്രോ മൈരൻ എന്ന് വിളിച്ചത്? താങ്ക്സ് ബ്രോ. ബിരിയാണി വാങ്ങിച്ച് കഴിക്കാൻ പൈസയുള്ള പുള്ളിക്ക് എന്തിനാടാ കോപ്പ? നിൻ്റെ 100 കുണുവ, നിൻ്റെ 10 കുണുവയുടെ ചായ. നീ ആളെ കളിയാക്കുവാണ് 2K ഉണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബ്രോ, EBY നിൻ്റെ തന്തേ നീയുമായിട്ടിരിക്കണം. അപ്പം നിൻ്റെ അച്ഛനോട് നീ ചോദിക്കുക, അച്ഛൻ ഒരു ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ അച്ഛൻ പറയും വേണ്ടെന്ന് പറഞ്ഞാൽ നീ അച്ഛൻ്റെ അണ്ണാക്കിലോട്ട് വെച്ചു കൊടുക്കണം മൈരെ. ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. നീ നിൻ്റെ അച്ഛനോട് ചോദിക്കുക, അച്ഛൻ ഒരു ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ അച്ഛൻ പറയുവാണ് മോനെ വേണ്ട മോനെ, ചായ വേണ്ടാ മോനെ എന്ന് പറയുമ്പോൾ നീ പറയാം കുടിക്കണം മൈരെ ചായ എന്ന് പറഞ്ഞാൽ നിൻ്റെ തന്തയുടെ അണ്ണാക്കിലോട്ട് വെച്ചെടുക്കുക മൈരെ. ഇല്ലല്ല, ഒരാളോട് ചോദിച്ച് പുള്ളി വേണ്ടെന്ന് പറയാം, അത്ര തന്നെ. അല്ലാണ്ട് അതിനകത്ത് പിന്നെ പുള്ളിനെ പിടിച്ച് നിർബന്ധിച്ചിട്ട് ചായ എനിക്ക് വായിൽ വെച്ച് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. നീ വേണം നിൻ്റെ തന്തയുടെ അങ്ങനെ ചെയ്യുമായിരിക്കും, പക്ഷെ ഞാൻ അങ്ങനെയല്ല, ആരും അങ്ങനെയല്ല. പറഞ്ഞ EBY ഫേക്ക് ഐഡിയ എന്നുള്ളത് നാട്ടിലുള്ള ഏതെങ്കിലും മൈരന്മാരാക്കിയിട്ടുണ്ടായിരുന്നു. 3 പ്രാവശ്യം പേരിച്ച് പൈസ ഉണ്ടാക്കുന്ന ഓരോ ബിജി ഷാജി ചേച്ചി ഭയങ്കര കലിപ്പാണല്ല ചേച്ചി ഇങ്ങനെ ഇങ്ങനെ കൊച്ചിൻ്റെ എന്താ കാര്യമൊന്നും അറിയത്തില്ല. റിസൾട്ട് ആ നല്ല മനുഷ്യനെ നീ ഉപയോഗിച്ച് റീച്ച് ഉണ്ടാക്കി. നല്ല മനുഷ്യനെ റീച്ച് ഉണ്ടാക്കി. പുള്ളിയുടെ നല്ല കാര്യം നമ്മൾ കാണിച്ചു, റീച്ച് ഉണ്ടാക്കി. അതിനെന്ത്, ഈ റീച്ച് ഉണ്ടാക്കിയ ശേഷം ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് പുള്ളിനെ വിളിച്ചായിരുന്നു. പുള്ളി വീഡിയോ കണ്ട് ഞങ്ങളെ വിളിച്ചായിരുന്നു. അതിൻ്റെ വോയിസ് ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചു തരാം. പുള്ളി എന്തത്ര ഹാപ്പിയിലാണ് സംസാരിക്കണമെന്ന് കേട്ടു നോക്കാം. പുള്ളിക്ക് ഒരുപാട് ഹാപ്പിനെസ് നൽകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതൊന്നും തനിക്ക് മനസ്സിലാവത്തില്ല. തൻ്റെ പേരിന് അബ്ദുൽ ഗഫൂർ അച്ചപ്പറമ്പിൽ, ഏത് പറമ്പിലായാലും. നെക്സ്റ്റ് കമൻറ്റ് രതീഷ് കുമാർ ആചാര്യ. കാശ് മേടിച്ച് അവനൊരു മൃഗമാണ്. കാരണം അപ്പൂപ്പൻ അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി 100 രൂപ കൊടുത്തപ്പോൾ നമ്മളാണെങ്കിൽ അപ്പൂപ്പനെ മനസ്സ് കാണാൻ കഴിയും. അവനക്ക് അത് കഴിഞ്ഞില്ല. കാരണം അപ്പൂപ്പൻ സിമ്പിളായി പേര് പോലും അവൻ 3 വട്ടം ചോദിച്ചു. ഞാനാണെങ്കിൽ അപ്പൂപ്പനെ ഒരിക്കലും മറക്കില്ല. കഴിയുമെങ്കിൽ ദിവസവും വിളിച്ച് സംസാരിക്കാൻ ശ്രമിക്കും.
ഞാൻ ആളുകൾ സംസാരിച്ചെന്ന് ഒരു വട്ടം പറഞ്ഞു. നിനക്കിതൊന്നും അറിയില്ല, സംസാരിച്ചോ ഇല്ലേന്ന് പോലും അറിയാതെ നീ ഇവർ വന്നിട്ട് ഊമ്പിയ കമൻറ്റ് എഴുതിയിരുന്നത്. എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നത്? ആളോട് സംസാരിച്ച് ആൾ ഭയങ്കര ഹാപ്പിയാണ്, ആളുകൾ ഒരുപാട് ഫ്രണ്ട്സ് വിളിച്ചെന്ന് പറഞ്ഞു, ഇപ്പോൾ എല്ലായിടത്തും ഫാൻസാണ്, അങ്ങനെ എല്ലാവരും വന്ന് സംസാരിക്കുന്നത്. പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇതൊക്കെ നിന്നെപ്പോലത്തെ മലവാണ് ഈ ഫേസ്ബുക്ക് അമ്മാവൻ പൂണ്ടാൾക്ക് എന്ത് മൈരയിലും അറിയാവോ? നെക്സ്റ്റ് കമൻറ്റ് ടിപ്പറമ്പൻ ബെൻസി. ഇയാളുടെ പെരുമാറ്റം ഒരു ആത്മാർത്ഥതയും ഇല്ലാതായിപ്പോയി. ആലപ്പുഴക്കാരനാണെന്ന് പറഞ്ഞു ഞങ്ങൾ ആലപ്പുഴയുടെ മാനം കളഞ്ഞു. ഞാൻ ആലപ്പുഴയുടെ മാനം കളയാണ്ട് ഞാനിവിടെ ആണ്ട് പെണ്ണിനെ കയറി പിടിച്ചല്ലേ പബ്ലിക് വെച്ച്. ഒന്ന് പോടാ മൈരേ, പറയും അവൻ്റെ. ഫൈസൽ മുസാഫിറിൻ്റെ കമൻറ്റ് വായിക്കാം. മുസാഫിർ വാണമേ എന്താ മൈരേ. നെക്സ്റ്റ് കമൻറ്റ് ജുബൈർ MTR. അപ്പെക്സിൽ ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് 4500 രൂപയാണ്. ഡെയിലി 45 രൂപ വെച്ച് 205 ദിവസം പ്രോഫിറ്റ് കിട്ടും. വാവ്, ഇതിൻ്റെയൊക്കെ പരസ്യമുണ്ടോ മൈരി? ഇത് ഏതവനാടാ ഇത്? ചാനലിടക്ക് പരസ്യം, ഊക്കിനിടക്ക് പരസ്യം ഗൈസ്. എല്ലാവരും പരസ്യം കണ്ടിട്ട് ഒരു ഗൈസ്. നെക്സ്റ്റ് കമൻറ്റ് ഹരിദാസൻ കമത്ത്. പോടാ മൈരൻ ഫോട്ടോഗ്രാഫറെ. മൈരൻ ഫോട്ടോഗ്രാഫറെ, ആ വൃദ്ധനെ കളിയാക്കുന്നോ നീ? യൂട്യൂബ് ചാനൽ കാശുണ്ടാക്കി ഒരു 100 രൂപ അദ്ദേഹത്തിന് കൊടുത്തിട്ട് നിന്റെ ഓമ്പിയ ചായ നിന്റെ തന്തയ്ക്ക് കൊടുക്കണം നാറി. ഞാൻ അച്ഛനോട് ചായ ഇട്ട് കൊടുത്തിട്ട് വരാം ഗൈസാണെങ്കിൽ. ടാറ്റ, കുറച്ച് കഴിഞ്ഞ് വരാം. ഓക്കെ, പോയി വരാം. ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടും. ഗായ്സ്, അച്ഛന് ഞാൻ ഒരു ചായ ഇട്ട് കൊടുത്തു, നല്ലൊരു ചായ ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് കമൻറ്റ് കീഴൂർ രാജേഷ്. എടാ, ഒരു 100 വാങ്ങിയിട്ട് 500 രൂപയെങ്കിലും കൊടുക്കണമായിരുന്നു, ചുമ്മാ ഓമ്പിയ ഫോട്ടോ എടുപ്പ്. ബ്രോ, ഓമ്പി ഫോട്ടോ എടുപ്പെന്ന് പറഞ്ഞായിട്ട് ബ്രോ ഓമ്പിയിട്ടാണോ സാധാരണ ഫോട്ടോ എടുക്കാറ്? ബ്രോയുടെ ഫോണിലൊക്കെ എടുക്കാറ്? ആരെങ്കിലും ഫോട്ടോ എടുക്കുമ്പോൾ ആദ്യം ഓമ്പി കൊടുത്തിട്ടാണോ ഫോട്ടോ എടുക്കാറ്? ഞങ്ങളാരും അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ ഫോട്ടോ എടുക്കാൻ മര്യാദക്ക് നോർമലി ക്യാമറയെല്ലാം ഫോട്ടോ എടുക്കണം. ഓമ്പി ഫോട്ടോ എടുക്കുന്ന ഉദ്ദേശിച്ച് ബ്രോ ആദ്യം പോയി ആൾക്ക് ഓമ്പി കൊടുത്തിട്ട് ബ്രോ ഫോട്ടോ എടുക്കും, അങ്ങനെയാണ് ബ്രോ ചെയ്യുന്നത്. നമ്മളെ പക്ഷേ അങ്ങനെയല്ല കേട്ടോ, നമുക്കറിയില്ല ബ്രോ. അത് ഒന്നാമതൊരു ഫാഷനായിട്ട് മുന്നോട്ട് പോകുക, നൈസ് അടിപൊളിയായിരിക്കും. ബ്രോയ്ക്ക് പറ്റിയ കുറച്ച് സ്ഥലങ്ങളുണ്ട്, പാലാരട്ടം പാലം, വൈറ്റില പാലം, അങ്ങനെ കുറച്ച് പാലങ്ങളുണ്ട്. പാലങ്ങളെല്ലാം അതിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ ബ്രോയ്ക്ക് കുറച്ച് എളുപ്പമായിരിക്കും പരിപാടി. ആളുടെ പേര് വന്ന് കീഴൂർ രാജേഷ് എന്നാണ്. കീഴൂർ രാജേഷ് കൊള്ളാം, നല്ല പേരാണ്. അപ്പം എന്തായാലും ആള് ഓമ്പി ഫോട്ടോ എടുക്കുക, ആദ്യം ഓമ്പുക, പിന്നെ ഫോട്ടോ എടുക്കുക, കയറി പോവുക, മാക്സിമം റീച്ചിലെത്തുക. ഓക്കെ ബ്രോ, സെറ്റ്. എല്ലാവരും കീഴൂർ രാജേഷിൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യട്ടെ, ആള് പൊളിയാണ്. ഓമ്പിയ ഫോട്ടോ എടുക്കുക ആളുടെ, ആദ്യം ഓമ്പും പിന്നെ ഫോട്ടോ എടുക്കും. ഓക്കെ, നെക്സ്റ്റ് കമൻറ്റ് ജയ്സൽ പള്ളിയാ, ഇതെന്ത് പറയും? ജയ്സൽ പള്ളി. സഹായിക്കാൻ കാണിച്ച വലിയ മനസ്സിനുടമയ്ക്ക് അതിലൂടെ 100 രൂപയിലും കൊടുക്കാമായിരുന്നു. കഷ്ടം, ഓരോ വാണങ്ങൾ. ആ ചായ കുടിക്കാൻ വിളിയും വേണോ വേണ്ടയോ എന്നുള്ള വിളിയും കഷ്ടം. ചായ കുടിക്കാൻ ഒരാളെ മാന്യമായിട്ടല്ല ഞാൻ വിളിച്ചത്, അല്ല വാടാ മൈരയെന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. മാന്യമായിട്ട് ചോദിച്ചു, അപ്പോൾ നമുക്ക് ചായ കുടിക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ലാണ്ട് എന്ത് പറയണം മൈര? ജയ്സൽ പള്ളി, ഈ പള്ളി പട്ടക്കാരൻ കുണ്ണയ്ക്ക് വല്ല മൈരും അറിയാവാ. നെക്സ്റ്റ് കമൻറ്റ് റഹീസ്. പുതിയ ഓട്ടയിൽ. കൊള്ളല്ല, അതേത് കൂട്ടാ? പുലി വരുന്നേ എന്നൊരു കഥയുണ്ട്. ഈ ചെയ്യുന്നതെല്ലാം അവസാനം അതിലേക്കാണ് എത്തുക. ശരിക്കും ആർക്കെങ്കിലും ആവശ്യമുള്ളപ്പോൾ വീഡിയോ എടുക്കുകയാണെന്ന് കരുതി മാറി നിൽക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് റീച്ച് കൂട്ടാൻ വേണ്ടി മറ്റുള്ളവരെ അളക്കരുത്. സോറി ബ്രോ, ഇനി ഞാൻ ആരെയും അളക്കാൻ നിൽക്കണില്ല. നീയൊക്കെ എന്ത് മൈറ്റിന് വേണ്ടിയാണ് മൈരെന്ന ഉദ്ദേശിക്കുന്നത്? നല്ല സ്പെല്ലിങ് തെറ്റിച്ച് അടിച്ചാണെന്ന് അറിയത്തില്ല. മൈരിന് വേണ്ടിയാണോ ഇങ്ങനെ വീഡിയോ എടുത്ത് സ്വയം നാറുന്നത്? മൊബൈലും കൊണ്ട് തൂക്കി നടന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാതെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കൂ. 100 രൂപ വാങ്ങിയിട്ട് ഒരു 500എങ്കിലും പോക്കറ്റിലിട്ട് കൊടുക്കാമായിരുന്നു. നാട്ടിലെ സാധാരണക്കാർ ഇങ്ങനെയാടോ? കയ്യിലുണ്ടെങ്കിൽ സഹായിക്കും, ഇല്ലെങ്കിൽ ആരോടും വാങ്ങിയിട്ട് സഹായിക്കും. നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് തീച്ചൊക്കെ ആയിക്കോട്ടെ ബ്രോ, ജനിച്ചു പോയില്ലേ ബ്രോ, ജീവിക്കണ്ടേ. നന്ദൻ ധനേഷ്. പോയി വല്ല കോളിപ്പണിയും ചെയ്യണം നാറി. നിന്റെ പൂട്ടിയിലെ ചാനൽ യൂട്യൂബ്. എന്താണ് ബ്രോ ഇങ്ങനെയൊക്കെ കമൻറ്റ് ഇടുന്നത്? ബ്രോയുടെ അച്ഛനൊരു ചാനലുണ്ടോ? ബ്രോയുടെ അച്ഛൻ ഇങ്ങനെ ചാനൽ ഇടുകയാണെങ്കിൽ ബ്രോ പറയുമോ പൂട്ടിയിലെ ചാനലെന്ന്? മൈരെ. ഗിരീഷ് കുമാർ, നിന്റെ അടുപ്പിലെ ചാനൽ അല്ല ബ്രോ, യൂട്യൂബിലെ ചാനലാണ്, അതുപോലെ ഫേസ്ബുക്കിലെ ചാനലാണ്, ഇൻസ്റ്റഗ്രാമിലെ പേജാണ്, അങ്ങനെയാണ് ബ്രോ. സുശാന്ത് പ്രഭാകറിൻ്റെ കമൻ്റാണ് ഗൈസ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അതായത് പ്രഭാകരൻ്റെ മകൻ സുശാന്ത്. എടാ മൈരെ, ഒരു 100 രൂപ കയ്യിൽ വെച്ച് കൊടുക്കാൻ മേലായിരുന്നോ? കുണ്ണ പിടിക്കാൻ നടക്കുന്നു. എന്നാൽ മൈരെ, നിനക്ക് ഞാൻ 500 തരാം, നീ കുണ്ണ പിടിച്ച് തരുമോ എന്ന് എനിക്ക് ചോദിക്കാൻ അറിയാം, പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. നിനക്ക് ആരെങ്കിലും അങ്ങനെ തരുവാണെങ്കിൽ നീ പിടിച്ചു കൊടുക്കുകയോ ഓമ്പിക്കൊടുക്കുകയോ എന്ത് മൈര് വേണമെങ്കിലും ചെയ്യും മൈരെ. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണോ നീ?
നെക്സ്റ്റ് കമൻറ്റാ സജീവ് ഫ്രാൻസിസിൻ്റെ കമൻറ്റാണ് ഗായ്സ്. ഇതൊരു മാസ് കമൻറ്റാണ്. ഞാനാണ് നിൻ്റെ കരണം പുകഞ്ഞേനെ പോ മോനെ, കാരണം ഇങ്ങനെ പെട്ടുപോകുന്ന ആളുകളെ കളിയാക്കുകയാണ് നീ ചെയ്തുന്നത്, പോ താവോളി എന്നാണ് ആൾ വിളിച്ചിരിക്കുന്നത് ഗായ്സ്. സജീവ് ഫ്രാൻസിസ്, ഇതൊക്കെ നിൻ്റെ തന്തയെടുത്ത് പറഞ്ഞാൽ മതി മൈരെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലേ അപ്പൂപ്പൻ, എത്ര വട്ടം പേര് പറയണം മൈര്. അതൊരു ഫണ്ണി കമൻറ്റാണ് ഗൈസ്, അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിടും. അങ്ങനത്തെ മൈര് വിളിയൊക്കെ നമുക്ക് അത് ചുമ്മാ അത് അടിപൊളിയാണ്, എനിക്കിഷ്ടമായി. എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം കമൻറ്റൊക്കെ. അടുത്തത് ഷാഹുൽ ഹമീദിൻ്റെ കമൻറ്റാണ്. പേരെന്താ 2K കുണ്ടൻ. നീ എന്നെ കുണ്ടാന്ന് വിളിക്കും, ഞാൻ നിന്നെയോ നിൻ്റെ അച്ഛനെയോ കുനിച്ച് നിർത്തി അടിച്ചിട്ടില്ല മൈരെ നീ കുണ്ടാന്ന് വിളിക്കാനായിട്ട്. നിനക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ നീ വിളിച്ചോളോ, കൊണ്ടോന്നോ പൊണ്ടോന്നോ എന്ത് മൈരയിലും വിളിക്കൂ മൈരെ. നിനക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ വരൂ, ഒരു പാരഷൂട്ട് എണ്ണയും മേടിച്ചുകൊണ്ട് വരൂ മൈരെ. ഓക്കെ, അത്ര എനിക്ക് നിന്നോട് പറയാനുള്ളൂ മൈരെ. നൗഷാദ് അബ്ദുൾ റഹ്മാൻ, പാവം പിടിച്ച മനുഷ്യരെ ഊമ്പിച്ച് 100 രൂപ വാങ്ങിയിട്ട് നീ കാശുണ്ടായിരിക്കുന്നത് എന്തൊരു ജീവിതമാണ്. അല്ലെങ്കിൽ നിന്നെപ്പോലുള്ള ഒരു പട്ടിയും അറിയാത്ത കുറേ പട്ടി എന്ന് പറയണ്ട, പട്ടി നല്ലൊരു ജീവനെ പറഞ്ഞെങ്കിൽ ഇഷ്ടമല്ല, സോറി ഗൈസ്, ഐ മൈ പെറ്റ് ലവർ. നിന്നെപ്പോലത്തെ ഒരു മനുഷ്യനും അറിയാത്ത ആളുകൾക്ക് ഇങ്ങനെ കുറേ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്ത് റീച്ച് ഉണ്ടാക്കുമ്പോൾ കണ്ണുകടി, കഴപ്പ്, കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞ കുറേ കഴപ്പുണ്ട്. അതിങ്ങനെയുള്ളവന്മാർ ഇങ്ങനെ വന്ന് കരഞ്ഞ് തീർക്കും, കമൻറ്റ് ബോക്സിൽ കരഞ്ഞ് തീർക്കും. നിങ്ങൾ കമൻറ്റ് ഇടും, എൻ്റെ വീട്ടിൽ റീച്ചാവും, എനിക്ക് പൈസ കിട്ടും. ദാറ്റ്സ് ഓൾ. നിങ്ങൾ കമൻറ്റ് ഇടൂ, തെറി വിളിക്കൂ. നെക്സ്റ്റ് കമൻറ്റ്, പേര് കൊണ്ട് രാജു, പ്രവൃത്തി കൊണ്ട് രാജാവ്. അത് വിഷയം കമൻറ്റ്, ഒന്നും പറയാനില്ല. നൈസ് കമൻറ്റ്. ധൂരജ് സുരേന്ദ്രൻ്റെ കമൻറ്റാണ്. എണീച്ച് പോടാവോളെ, നീയൊക്കെ യൂട്യൂബിൽ റീച്ച് കിട്ടാൻ കാണിക്കുന്ന കോപ്രായം കാരണം ആൾക്കാർ മാറിപ്പോകും. കോപ്രായം കാരണം ആൾക്കാർ മാറിപ്പോകും. ആൾക്കാർ അങ്ങനെ മാറത്തില്ല മൈരെ. മനസാക്ഷിയുടെ സാധനം എല്ലാവരും മനസ്സിലുള്ളത്, അല്ലാണ്ട് വീഡിയോ കണ്ടോ ഒരു മൈര്യം കണ്ട് മാറിപ്പോകത്തില്ല മൈരെ. പിന്നെ ഞങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ വീഡിയോ ചെയ്ത് റീച്ച് ആവുന്ന സമയത്ത് നിന്നെപ്പോലെ ഒന്നും ആകാൻ പറ്റാത്ത കുറേ വാണങ്ങൾക്ക് ഇങ്ങനെ കണ്ണിൽക്കടി അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ്, എന്താ പറയുക, ഒന്നും ആവാൻ പറ്റാതെ ഇങ്ങനെ ജീവിച്ച് മരിക്കുന്ന കുറേ വാണങ്ങളുണ്ട്. സങ്കടമാണ്, നല്ല സങ്കടമാണ്, കരഞ്ഞ് തീർക്കുക കമൻറ്റ് ബോക്സിൽ. അങ്ങനെ ഊമ്പി ജീവിക്കുക. എല്ലാ കമൻറ്റ് ബോക്സിലും ഇങ്ങനെ എന്തെങ്കിലുമോ പറഞ്ഞ് സമാധാനം കണ്ടെത്തി ഊമ്പി ജീവിക്കുക. കഷ്ടം തന്നെ സൂരജ്, കഷ്ടം തന്നെ. നെക്സ്റ്റ് കമൻറ്റ് ഒന്നും കാണുന്നില്ലല്ലോ. ആഷിഖ് ഹുസൈൻ്റെ കമൻറ്റ് നമുക്ക് വായിക്കാം ഗായ്സ്. പോടാമൈര, ഇനി ആരെങ്കിലും ഒരാൾ കാര്യമായി ചോദിച്ചാൽ നാട്ടുകാർ കരുതും കോണോത്തിലെ വീഡിയോ എടുത്ത് കോപ്പിലെ യൂട്യൂബിൽ ഇടാനാണെന്ന്. ഇതും അതുപോലുള്ള ആളാണ് ഗായ്സ്. ആ അപ്പൂപ്പൻ്റെ നല്ല മനുഷ്യനാണെന്ന് മറ്റുള്ളവർ കണ്ട അയാളെ ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇതൊന്നും നിനക്ക് അറിയില്ല, നിനക്ക് ഇങ്ങനെ പറ്റിച്ചു അല്ലെങ്കിൽ ആളുകളെ പൈസ മേടിച്ചു എന്ന് കണ്ട് വീഡിയോ കണ്ടിട്ട് ആളുകൾ അങ്ങനെ ചെയ്യില്ല എന്ന് നീ പറയുവാണെന്നുണ്ടെങ്കിൽ നീ ഒരു വാണമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് മൈരെ. നിൻ്റെ പേരെന്താ? ആഷിഖ് ഹുസൈനും വാണം. ഹുസൈൻ വാണായിരിക്കില്ല, സോറി, അങ്ങനെ പറഞ്ഞാൽ മോശമല്ല. ഈ ആഷിഖ് എന്ന് പറഞ്ഞ ഒരു വാണമാണ്. ഒരു വീഡിയോ കാണുന്ന ആളുകൾ മാറാൻ പോകുന്നില്ല മൈരെ. നെക്സ്റ്റ് കമൻറ്റാ സന്തോഷിൻ്റെ ആണ്. നല്ല ഓർമ്മക്കുറവുണ്ട്, നീ ആ 100 രൂപയ്ക്ക് കുറച്ച് ബ്രഹ്മികൃതം വാങ്ങി കഴിക്കുക. നല്ലൊരു കമൻറ്റായിരുന്നു. ഒരു ബ്രഹ്മി എന്തായാലും മേടിക്കുക. ഇത്തിരി ഓർമ്മക്കുറവുണ്ട്, അതെനിക്കും തോന്നുന്നുണ്ട്, ചെറിയ ഓർമ്മക്കുറവുണ്ട്. ഒരു ബ്രഹ്മി നമുക്ക് വാങ്ങാം ഗായ്സ്. നെക്സ്റ്റ് കമൻറ്റാ നിത്യ വിനീത് നായരുടെ കമൻറ്റാണ്. നായരുടെ കമൻറ്റ് നമുക്ക് വായിക്കാം ഗായ്സ്. 2K വിത്തുകളായിരുന്നേൽ പള്ളക്ക് കത്തി കയറ്റിയനെ. എന്നിട്ട് എത്ര 2K കിഡ്സാണ് സ്ട്രീറ്റിലിറങ്ങിയ ആളുകളുടെ പള്ളക്ക് കത്തി കയറ്റിയത് എന്നൊന്ന് നായർ വ്യക്തമാക്കണം. നായർ ഇപ്പോഴും പേരിൻ്റെ അറ്റത്ത് വാലും കൂത്തി നടക്കുവല്ലേ മോളെ. അല്പമെങ്കിലും തലയിൽ മോളയുണ്ടെങ്കിൽ ആ വാല് മാറ്റിയിട്ട് സംസാരിക്കും, പുരോഗമിക്കും. രവി തേജ ഭക്തൻ, ഏതോ തേജ ഭക്തനാണ് ഗായ്സ്. ഈ താളി അയാളെ വെച്ച വ്യൂസും ഉണ്ടാക്കി പണവും ഉണ്ടാക്കി, എന്നിട്ടൊരു 100 രൂപ അയാൾക്ക് കൊടുത്തതുമില്ല. വാവ്, ഇതേതോ ഫേക്ക് അക്കൗണ്ടാണ് ഗായ്സ്. ഫേക്ക് അക്കൗണ്ട് മീൻസ് നാട്ടിലുള്ള ഏതെങ്കിലും വാണങ്ങളായിരിക്കും. ഈ നാട്ടിലാണ് എനിക്ക് കൂടുതൽ ശത്രുക്കളുള്ളത് ഗായ്സ്, പണ്ട് മിത്രങ്ങളായിരുന്ന ശത്രുക്കൾ. അങ്ങനെ കമൻറ്റ് റിയാക്ഷൻ എല്ലാം കഴിഞ്ഞു ഗായ്സ്. ഞാനാണെങ്കിൽ കാറിൽ നിന്ന് വിയർത്ത് പൊളിച്ചു ഗായ്സ്. കാറിൽ നിന്ന് വീഡിയോ ചെയ്താൽ അരി മേടിക്കാനുള്ള വക കിട്ടുമെന്ന് പറഞ്ഞു ഗായ്സ്. ഞാൻ ഈ വീഡിയോയെല്ലാം ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തത്. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതുപോലുള്ള കണ്ടൻറ്റുമായി നമ്മൾ വീണ്ടും എത്തുന്നതാണ് ഗായ്സ്. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. എടാ ഹോമാക്കുട്ടിയെ എത്ര എണ്ണം കൊടുത്തടാ? ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിയിട്ടുണ്ട്.